क्या जाकर खाइए स्टार्ट करें भाई साहब। देखो फोटो लिए जा रहे हैं हम। सारे देखो कितने भी सब ब्लॉगर हैं और ये ब्लॉगर रॉक बनेगा। ये सबसे बड़ी पहचान होती है। ये शुगर के लिए भी अच्छा होता है, शुगर को कंट्रोल करता है, नॉर्मल रखता है। ये हार्ट हेल्थ को ये 1400 रुपये 240 होता है ना। राइस मीठी मास कबाब तवा मास रिस्ता और वो कुछ वैसा എല്ലാവർക്കും കാശ്മീർ സീരീസ് എപ്പിസോഡ് നമ്പർ 1 സ്വാഗതം. അമൃത്സറിൽ നിന്നാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അമൃത്സർ ടു ശ്രീനഗർ ഫ്ലൈറ്റ്. എൻ്റെ ഈ കാശ്മീർ ട്രിപ്പിലെ ബേസ് ലൊക്കേഷൻ ശ്രീനഗറായിരുന്നു. പിന്നെ ശ്രീനഗറിൽ നിന്ന് പഹൽഗാം, ഗുൽമർഗ്, സോൻമർഗ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയിരുന്നു. അതിൻ്റെ വ്ളോഗ്സ് ഞാൻ അടുത്ത എപ്പിസോഡ്സായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫ്ലൈറ്റ് ശ്രീനഗർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാറായപ്പോൾ നല്ല കാഴ്ചയായിരുന്നു. ശ്രീനഗർ എയർപോർട്ടിൽ വീഡിയോ ഷൂട്ടിംഗ് അലൗഡ് അല്ലായിരുന്നു. അത് കാരണം അവിടുത്തെ ക്ലിപ്സ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എയർപോർട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഇയാൾ എൻ്റെ കൂടെ കൂടി. ഇയാൾക്ക് ഒരു ഹൗസ് ബോട്ട് ഉണ്ടായിരുന്നു. ശ്രീനഗറിൽ ലാൻഡ് ചെയ്തപ്പോൾ ഈവനിങ് ആയിരുന്നു ടൈം. പിന്നെ ഹോസ്റ്റലോ ഹോട്ടലോ തപ്പി നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അന്നത്തെ ദിവസം ഞാൻ ഇയാളുടെ ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഇയാളുടെ കൂടെ ഇറങ്ങി. ഈ കാണുന്നതാണ് അയാളുടെ ഹൗസ് ബോട്ട്. അങ്ങനെ അവിടെ എൻ്റെ ലഗേജൊക്കെ വെച്ച് ഞാൻ കറങ്ങാൻ ഇറങ്ങി. നല്ല തണുപ്പായിരുന്നു അവിടെ. അത് കാരണം ഫുള്ളി കവേർഡായിട്ട് ഇറങ്ങേണ്ട വന്നു പുറത്തേക്ക്. ഞാൻ റാപ്പിഡോ ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ റാപ്പിഡോയിലാണ് ഞാൻ ലാൽ ചോക്കിലേക്ക് പോകുന്നത്. ഇതാണ് ഘണ്ടാഘർ. ലാൽ ചോക്കിലെ ഒരു ക്ലോക്ക് ടവറാണ്. ഇവിടെ ഒരു അടിപൊളി ഹേസൽനട്ട് കോഫി കിട്ടും. അങ്ങനെ ഹേസൽനട്ട് കോഫി കുടിച്ച് അവിടേക്കൊന്ന് കറങ്ങി തിരിച്ച് ഹൗസ് ബോട്ടിലേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ കാശ്മീരി ക്യൂസീനിലെ ഫേമസ് ആയിട്ടുള്ള ഡിഷായ ഹരീസ ട്രൈ ചെയ്യാൻ വേണ്ടി ദിൽഷാദ് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഹൗസ് ബോട്ടിലെ എക്സ്പീരിയൻസ് തല്ലിപ്പൊളി ആയതുകൊണ്ട് അവിടുന്ന് ഇറങ്ങി ഒരു ഹോസ്റ്റൽ കണ്ടുപിടിച്ച് ഹോസ്റ്റലിൽ റൂം എടുത്ത് അവിടെ ലഗേജ് വെച്ചിട്ടാണ് ദിൽഷാദ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നത്. ഹരീസ ആക്ച്വലി ഒരു മട്ടൻ ഒരു ചമ്മന്തിയാക്കിയ പോലത്തെ സാധനമായിരുന്നു. അതിനാണെങ്കിൽ ഫ്ലേവർ ഇല്ല, ഉപ്പില്ല, മധുരമില്ല, എരിവില്ല, പുളിയില്ല, അങ്ങനത്തെ ഒരു സാധനം. പിന്നെ ഈ സങ്കടം തീർക്കാൻ ഉടനെ തന്നെ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ചോലെ ഭട്ടൂര കഴിച്ചു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അവിടുന്ന് ഇറങ്ങിയിട്ട് ഡാൽ ലേക്കിലേക്ക് പോയി ഷിഖാര റൈഡിന് വേണ്ടി. ഇതാണ് കാശ്മീരി കവ. കാശ്മീരിലെ ഒരു ഫേമസ് ഡ്രിങ്കാണ്, ചായയൊക്കെ പോലെ. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇവിടെയും കുറേ ഹൗസ് ബോട്ട്സ് ഉണ്ട്, ഫ്ലോട്ടിംഗ് മാർക്കറ്റും ഉണ്ട്. നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു. കൈ ചെറുതായിട്ടൊന്ന് മരവിച്ചു പോയി. ഓട്ടോമാറ്റിക്കായിട്ട് ലേക്ക് ക്ലീൻ ചെയ്യുന്ന മെഷീനാണിത്. പിന്നെ ഞാൻ സിറ്റി മോളിലേക്ക് പോയി. അറേബ്യൻ ഷവർമ ഇടുന്ന സ്പോട്ട് ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ നന്നായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തു. പക്ഷേ ടേസ്റ്റ് വൈസ് മോശമായിരുന്നു. പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് സ്വീറ്റ് കോൺ മേടിച്ചു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല ചൂട് സ്വീറ്റ് കോൺ, ചുറ്റിനും നല്ല തണുത്ത അറ്റ്മോസ്ഫിയർ. ഇതും ശ്രീനഗറിലെ മെയിൻ ഏരിയ ആയിട്ടുള്ള ലാൽ ചോക്കിൽ നിന്ന് തന്നെയായിരുന്നു. ഈ വഴി വരുമ്പോൾ ഹേസൽനട്ട് കോഫി കുടിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ഹേസൽനട്ട് കോഫി ഓർഡർ ചെയ്തു.
അങ്ങനെ അന്നത്തെ ദിവസം മുഴുവൻ കറങ്ങാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹോസ്റ്റലിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട എൻ്റെ ഫ്രണ്ടിനോട് ടാറ്റ പറഞ്ഞ് ഞാൻ എൻ്റെ വഴിക്ക് ഇറങ്ങി. ഇതാണ് ഞാൻ സ്റ്റേ ചെയ്തിരുന്ന ഹോസ്റ്റൽ, ഗോ സ്റ്റോപ്സ്. ഇവിടെ ഒരു ബോർഡ് വെക്കും, ഫൈൻഡ് യുവർ ട്രാവൽ ബഡി എന്ന് പറഞ്ഞിട്ട്. അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാരായിട്ട് നമുക്ക് ഗ്രൂപ്പ് ആക്കിയിട്ട് പോകണമെങ്കിലൊക്കെ കാര്യങ്ങൾ എളുപ്പമാണ്. राख बनेगा, ये सबसे बड़ी पहचान होती है. ये शुगर के लिए भी अच्छा होता है, शुगर को कंट्रोल करता है, नॉर्मल रखता है, ये हार्ट हेल्थ को. इसका क्या रेट है? ये 1400. ഇവിടുത്തെ നട്ട്സ് എല്ലാം അടിപൊളിയായിരുന്നു. അവർ ടേസ്റ്റ് ചെയ്യാൻ തന്നിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഷാലിമാർ ബാഗിലേക്ക് പോയി. ഹോസ്റ്റലിൽ വെച്ച് കിട്ടിയ 2 പുതിയ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഞാൻ ഷാലിമാർ ബാഗിലേക്ക് വന്നത്. അവർ രണ്ടുപേരും വ്ളോഗേഴ്സ് ആയിരുന്നു. നല്ല വൈബായിരുന്നു അവരോട് കറങ്ങാൻ. ഇതാണ് ഷാലിമാർ ബാഗ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സീസണിനനുസരിച്ച് ഇവിടെയുള്ള ലീവ്സിൻ്റെ കളേഴ്സ് മാറും, പലതരം ഫ്ലവേഴ്സ് വരും, അങ്ങനെ കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ കാശ്മീരി ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ അതിനുള്ള സെറ്റപ്പും ഇവിടെ ഉണ്ട്. നല്ലൊരു പീസ്ഫുൾ ഏരിയ ആയിരുന്നു. ഇതാണ് കാശ്മീരി ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുന്ന ഏരിയ. അങ്ങനെ ഞങ്ങൾ 3 പേര് അവിടെ നിന്ന് ഇറങ്ങി എക്സ്ട്രാക്ട്സ് എന്ന് പറഞ്ഞ ഒരു ജ്യൂസ് ഷോപ്പിലേക്ക് പോയി. ഈ സൈഡിൽ കാണുന്നതാണ് ഡൽ ലേക്ക്. അങ്ങനെ ഞങ്ങൾ ആപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു. ആപ്പിൾ ജ്യൂസ് ആക്ച്വലി സ്മൂത്തി പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത്ര പോരാ, പെഹൽഗാമിൽ നിന്ന് ഞാനൊരു ആപ്പിൾ ജ്യൂസ് കുടിച്ചിരുന്നു. അതായിരുന്നു ഏറ്റവും അടിപൊളി. അത് ഞാൻ പെഹൽഗാം വ്ളോഗിൽ കാണിക്കാം. അങ്ങനെ ഹോസ്റ്റലിൽ വേറെയും പുതിയ ആൾക്കാർ വന്നു. എനിക്ക് കുറേ കൂടി ഫ്രണ്ട്സിനെ കിട്ടി. എല്ലാവരുടെയും കൂടി ഇറങ്ങി ഫുഡ് അടിക്കാൻ. स्टार्ट करें भाई साहब, लो फोटो लिए जा रहे हैं अभी सारे. देखो जितने भी सब ब्लॉगर हैं, भैया ब्लॉगर, सब ब्लॉगर और मैं. ऑडियो कॉल आ गई यार. हेलो, किसका बाइक है? നല്ല അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷീഖ് കബാബായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം രാത്രി ഞാൻ വാസുവാൻ താലി ട്രൈ ചെയ്യാൻ പോയി. അതൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. റൈസ്, മീറ്റ് മാസ്, കബാബ്, തവക് മാസ്, റിസ്ത, റോഗുൻ और ഗുഷ്താവ. ഇത് കാശ്മീരിൽ എൻ്റെ ലാസ്റ്റ് നൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ പിന്നെയും ലാൽ ചൗക്ക് വഴി പോയപ്പോൾ ഹേസൽനട്ട് കോഫി കുടിച്ചു നമ്മുടെ കടയിൽ നിന്ന്. ഹോസ്റ്റലിലുള്ള ആൾക്കാരോട് നല്ലപോലെ സെലിബ്രേറ്റ് ചെയ്തു എൻ്റെ അവിടുത്തെ ലാസ്റ്റ് ഡേ. 240 और टाइम है ना, रुको. എല്ലാവരുമായിട്ട് നല്ലപോലെ ബോണ്ടായത് കാരണം ഈ ട്രിപ്പ് ശരിക്കും നല്ല വൈബായിരുന്നു. തിരിച്ചു പോകാൻ മനസ്സുണ്ടായിരുന്നില്ല. പിന്നെ മനസ്സോടെ ബാംഗ്ലൂർ ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരോടും ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഹോട്ടലിലേക്കാണ് ഞാൻ ഊബർ ബുക്ക് ചെയ്ത് പോയത്. പിന്നെ അവിടെ നിന്ന് ചോലെ ഭട്ടൂരയൊക്കെ കഴിച്ച് പതുക്കെ വേറൊരു ഊബർ എടുത്ത് എയർപോർട്ടിലേക്ക് പോയി. ഞാൻ ശരിക്കും നേരത്തെയാണ് ഇറങ്ങിയത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരുവിധം ഫ്ലൈറ്റ്സ് എല്ലാം ക്യാൻസലായിരുന്നു വെതർ കണ്ടീഷൻസ് കാരണം. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസലായില്ല. പിന്നെ ഈ ഫ്ലൈറ്റിന് അമൃത്സറിൽ ലേ ഓവർ ഉണ്ടായിരുന്നു ഒരു 45 മിനിറ്റ്സ്. അതാണ് ഈ കാണുന്നത്. അങ്ങനെ അമൃത്സറിൽ നിന്ന് ബാക്ക് ടു ബാംഗ്ലൂർ.
ഗുൽമർഗിൻ്റെയും പെഹൽഗാമിൻ്റെയും സോൻമർഗിൻ്റെയും വ്ളോഗ്സ് ഞാൻ അടുത്ത എപ്പിസോഡ്സായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, comment and subscribe.